ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജാനുവരി 28-ന്. അപ്പോൾ അന്നെടുത്ത കുറച്ച് വിഷ്വൽസാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ അനിയൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഈവനിങ് ആണ് കേക്ക് കട്ട് ചെയ്യാറ്. ഇത്തവണ വൈകിട്ട് ഒരു കുഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വാഞ്ചോ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഒരു ഉച്ചയായപ്പോൾ അമ്മ നമുക്ക് അടിപൊളി സദ്യ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ വർക്കലയിലോട്ടാണ്. ഞങ്ങൾ ഇതുവരെ വർക്കല പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊന്നും പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ നിന്ന് അടുത്തല്ലേ ട്രിവാൻഡ്രത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ആദ്യം ഞങ്ങൾ ട്രെയിനിലാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ടൈമിംഗ് നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ട്രെയിനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് മാറ്റി ബസ്സിലാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കൊല്ലം ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്ന് അപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ വർക്കലയ്ക്ക് ഡയറക്റ്റ് ബസ്സില്ല, കൊല്ലം ബസ്സിൽ കയറിയിട്ട് കല്ലമ്പലത്ത് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്ന് 1 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ പോകണമെന്ന്. പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ വേറെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാകും കേട്ടോ ബീച്ചിൽ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ തേക്കടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേക്കടിയിലൊരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ. സെക്കൻഡ് ആനിവേഴ്സറി അങ്ങനെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഇപ്പോൾ 3rd ആനിവേഴ്സറി ആയി. അപ്പോൾ പിന്നെ വേറെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ബീച്ചിലോട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ള ബീച്ചിലൊക്കെ ഞങ്ങൾ എപ്പോഴും പോകുന്നതുകൊണ്ട് കുറച്ച് ലോങ് ആയിട്ട് ഒരു യാത്ര പോലെ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വർക്കല സെലക്ട് ചെയ്തത്. ഇപ്പം ഞങ്ങൾ ഏകദേശം എത്താറായിട്ടോ. ഇപ്പം ഞങ്ങൾ വേറൊരു ബസ്സിൽ കയറിയിട്ടുണ്ട്. കല്ലമ്പലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ബസ്സുണ്ട് കേട്ടോ. എപ്പോഴും ബസ്സിൽ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ കണ്ടായിരുന്നു. വർക്കലയ്ക്കും ശിവഗിരിക്കും ബീച്ചിലോട്ടും എല്ലാം ബസ് എപ്പോഴും ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ബസ്. അപ്പം ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 5 കിലോമീറ്റർ എങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളിപ്പോൾ വർക്കല എത്തിയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പം ബസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബീച്ചിൻ്റെ അടുത്ത് തന്നെ നിർത്തത്തില്ല, ജംഗ്ഷനിലേ നിർത്തുള്ളൂ. അവിടെ നമുക്ക് 1 കിലോമീറ്ററോളം ബീച്ചിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു അമ്പലമാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കുളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം അതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അമ്പലം വരുന്നത്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. ദക്ഷിണ കാശി എന്നാണ് കേട്ടോ ഈ അമ്പലം അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അമ്പലമൊക്കെ തുറക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 5 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ. പക്ഷേ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ഞങ്ങൾ അമ്പലത്തിൽ കയറാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുമ്പോൾ അമ്പലത്തിലൊക്കെ തൊഴണം. പിന്നെ ഇപ്പം ഞങ്ങൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. 2 സൈഡിൽ ഒരുപാട് കടകളും റെസ്റ്റോറൻറ്റ്സും ഹോട്ടലും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ബീച്ച് വെയറാണ് കേട്ടോ കൂടുതലും ഡ്രസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചപ്പൽസും ജ്വല്ലറീസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുതിരയൊക്കെ നിൽക്കുന്നുണ്ട് സവാരി പോകാനായിട്ട്. എനിക്ക് പേടിയാണ് കേട്ടോ. അവിടെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഞാനതുകൊണ്ട് കുറച്ച് നേരം അവിടെ നോക്കിയിട്ട് തിരിച്ചങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു. സൺസെറ്റ് കണ്ടിട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. സൺസെറ്റ് ആകുമ്പോൾ തന്നെ ഒരു ലേറ്റ് ആകും. ഏകദേശം 5 മണിയോളം ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6:30 മണിയൊക്കെ ആകുമായിരിക്കും സൺസെറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബീച്ച് സൈഡ് ഫുള്ള് നടന്നു. അപ്പോൾ വരുന്നുണ്ട് പാരാഗ്ലൈഡിങ്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ
കുറേ നേരം ബീച്ചിലൊക്കെ നിന്നിട്ട് ഇപ്പോൾ ദാ ഞങ്ങൾ നടക്കുവാണ്. ഈ വലിയ ക്യൂ ഉണ്ടോ, ഇതെങ്ങോട്ട് പോകാനെന്നറിയാവോ? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ അങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ അതുപോലെ കയറാനാണ് കേട്ടോ ഈ ക്യൂ. പാസ് എടുത്തിട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് കയറുന്നത്. അതുപോലെ നമ്മുടെ സൺസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ടു. ഞങ്ങളങ്ങനെ ഇപ്പോൾ ബീച്ചിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കയറുമ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. ഈവനിങ് ഒരു നല്ല വൈബാണ് അവിടെ കാണാനായിട്ട്. പിന്നെ അവിടെ ഷോപ്പുകളിൽ ഫ്രഷ് മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും. എല്ലാം നല്ല റേറ്റ് ഉണ്ട്. എബോവ് 500 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഏതായിരുന്നാലും 600 രൂപയാണ് ഒരു പോർഷൻ. അതിൻ്റെ കൂടെ സലാഡ്, ചിപ്സ്, അല്ലെങ്കിൽ റൈസ്. സ്റ്റിക് സോസ് ഗ്രേവി ആവും കഴിക്കാനുള്ള. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിപ്പോൾ ബീച്ചിൽ നിന്ന് കയറി കേട്ടോ. ഇത് ഒരുപാട് ഷോപ്പുകൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ, ആ ഷോപ്പിൽ തന്നെയാണ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ. നൈറ്റ് വൈബിൽ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇപ്പോഴും അവിടെ ക്രൗഡിന് കുറവൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കയറിയപ്പോഴും ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നൈറ്റ്. അതായത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങളൊരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന ബസ്സിലായിട്ട് തിരിച്ച് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ബസ്സിലിരിക്കുന്ന ടൈം കൊണ്ട് ട്രെയിൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായാലും ട്രെയിനിൽ പോയാൽ പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഇപ്പോൾ ഞങ്ങൾ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രാത്രിത്തെ ഫുഡ് വാങ്ങണം. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങുവാണ്. പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. ഏകദേശം ഒരു 10 മണിയൊക്കെ കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ആനിവേഴ്സറി ഡേ ആയിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.